2024 പാർലമെന്റ് ഇലക്ഷന് ശേഷം കോൺഗ്രസിന്റെ നേതൃത്വ യോഗം 2 തവണ വയനാട്ടിൽ ചേർന്ന് ബത്തേരിയിൽ ചേർന്ന് മിഷൻ 2025 എന്ന പ്രവർത്തന പരിപാടിക്ക് രൂപം നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ബൂത്ത് കമ്മിറ്റികളുടെ ശാക്തീകരണം, ബൂത്ത് കമ്മിറ്റികളുടെ രൂപീകരണം എല്ലാം കൃത്യമായിട്ട് നടത്തി. മഹാത്മാ കുടുംബ സംഗമങ്ങൾ വാർഡ് കമ്മിറ്റികൾ മഹാത്മാ കുടുംബ സംഗമങ്ങൾ വാർഡുകളിൽ സംഘടിപ്പിച്ചു. ഗവൺമെന്റ് പരാജയം മുന്നിൽ കണ്ടു തന്നെയാണ് കേരളത്തിൽ വാർഡ് വിഭജനം നടത്തിയത്. വാർഡ് വിഭജനത്തിന് വേണ്ടി മാത്രം നിയമസഭയിൽ ചർച്ചയില്ലാതെ പഞ്ചായത്ത് മുനിസിപ്പൽ നിയമങ്ങളിൽ ഭേദഗതി വരുത്തി. സബ്ജക്ട് കമ്മിറ്റിക്ക് അയക്കും എന്ന് പറഞ്ഞ് അവതരിപ്പിച്ച പ്രമേയം നിയമസഭയിൽ കൊണ്ടുവന്ന ബില്ല് സബ്ജക്ട് കമ്മിറ്റിക്ക് അയക്കുന്നതിന് പകരം പ്രമേയത്തിൽ ഭേദഗതി വരുത്തി പ്രതിപക്ഷത്തിന്റെ പങ്കാളിത്തമില്ലാതെയാണ് വാർഡുകളുടെ എണ്ണം കൂട്ടി വാർഡ് വിഭജനത്തിന് കളമൊരുക്കിയത്. വാർഡ് വിഭജനങ്ങൾ അശാസ്ത്രീയമായിരുന്നു. മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ മഹാഭൂരിപക്ഷം സ്ഥലങ്ങളിലും വാർഡ് വിഭജനങ്ങൾ നടന്നത്. വാർഡ് വിഭജനത്തിനെതിരെ, അതിന്റെ കരട് പട്ടികയ്ക്കെതിരെ നടത്തിയ ആക്ഷേപങ്ങളുടെ ഹിയറിംഗ് കേവലം പ്രഹസനം മാത്രമായിരുന്നു. ഒരു ദിവസമാണ് ഒരു ജില്ലയിൽ മുഴുവൻ 100 തദ്ദേശ സ്ഥാപനങ്ങളുള്ള വലിയ ജില്ലയിലെ മുഴുവൻ സ്ഥലത്തെയും പരാതികളും ആക്ഷേപങ്ങളും കേട്ടത് ഒരു ദിവസം മാത്രമാണ്. അന്വേഷണ ഉദ്യോഗസ്ഥന്മാര് വളരെ പക്ഷപാതപരമായിട്ടാണ് പെരുമാറിയത്. ചെരുപ്പിനനുസരിച്ച് കാല് മുറിക്കുന്ന രീതിയിലാണ് വാർഡ് വിഭജനം നടത്തിയത്. അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റേജ് വോട്ടർ പട്ടികയായിരുന്നു. വോട്ടർ പട്ടികയുടെ അവസാനത്തെ പ്രവർത്തന രംഗത്ത് ഗുരുതരമായ ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ട്. ഒരു അതിർത്തി നിശ്ചയിച്ച ഒരു വാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള വോട്ടർമാരെ നിരവധി പേരെ ആ വാർഡിന്റെ അതിർത്തിയിൽ നിന്ന് ബോധപൂർവം രാഷ്ട്രീയ ലക്ഷ്യത്തോടെ മാറ്റി മറ്റു വാർഡുകളിലേക്ക് ചേർത്തിട്ടുണ്ട്. അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ തന്നെ എന്റെ നിയോജക മണ്ഡലത്തിലെ ആർളം പഞ്ചായത്തിലും ഇരിട്ടി മുനിസിപ്പാലിറ്റിയിലും ഇത്തരത്തിൽ കൂട്ടത്തോടെ ആളുകളെ വാർഡിന്റെ പ്രഖ്യാപിത അതിർത്തിയിൽ നിന്ന് മാറ്റി ചേർത്തതിന്റെ നിരവധി ഉദാഹരണങ്ങൾ പരാതി സഹിതം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതിന് നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാൻ ആ കാര്യത്തിൽ കമ്മീഷണറെ നേരിട്ട് കണ്ട് 2 പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴും കേരള ഹൈക്കോടതിയിൽ ഡിവിഷൻ ബെഞ്ചിന്റെ മുമ്പിൽ വാർഡ് വിഭജനത്തിന്റെ പരാതികൾ സംബന്ധിച്ച കേസുകൾ നിൽക്കുകയാണ്. ന്യായമായിട്ട് വാർഡ് വിഭജനം നടത്തിയിട്ടില്ല എന്നതിന്റെ വ്യക്തമായ തെളിവാണ്. ഹൈക്കോടതിയുടെ പ്രാഥമിക ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് വാർഡ് വിഭജനത്തിന്റെ അവസാനം അന്തിമ രൂപം ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിലായിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വിധിയെ ഞങ്ങൾ കാത്തു നിൽക്കുകയാണ്. വോട്ടർ പട്ടിക രൂപീകരണത്തിലും വാർഡ് വിഭജനത്തിലും അപാകതകൾ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ഐക്യജനാധിപത്യ മുന്നണിയും കോൺഗ്രസ് പാർട്ടിയും വൻ വിജയപ്രതീക്ഷയിലാണ്. അതിന്റെ ഒരു കാരണം, സർക്കാരിന്റെ പല കാരണങ്ങളുണ്ട്. അതിലെ മെയിൻ കാരണം തദ്ദേശ സ്ഥാപനങ്ങളെ കഴുത്തി ഞെരിച്ച് ഇല്ലാതാക്കാനാണ് ഇടതുപക്ഷം ശ്രമിച്ചത്. പദ്ധതി വിഹിതത്തിൽ അനുവദിക്കേണ്ട ഫണ്ട് വെട്ടിക്കുറച്ചു. സ്പിൽ ഓവർ പൈസ അനുവദിച്ചിട്ടില്ല. പല വർക്കുകളും മാറ്റിവെക്കേണ്ടി വന്നു. എല്ലാ പഞ്ചായത്തുകൾക്കും അനുവദിക്കേണ്ട വികസന ഫണ്ട് അനുവദിച്ചിട്ടില്ല. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റു കാര്യം, പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങൾക്ക് അവർക്ക് ലഭിക്കേണ്ട പദ്ധതി വിഹിതം, ബഡ്ജറ്റിൽ പാസാക്കിയ പദ്ധതി വിഹിതം കോടിക്കണക്കിന് രൂപയുടെ നിഷേധിച്ചിട്ടുണ്ട്. ഗവൺമെന്റിനെതിരെ ഞങ്ങൾ കൃത്യമായ കുറ്റപത്രം തയ്യാറാക്കിയിട്ടുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങൾക്കെതിരെയുള്ള കുറ്റപത്രങ്ങൾ ഇപ്പൊ തിരുവനന്തപുരത്ത് കെ മുരളീധരന്റെ നേതൃത്വത്തിലുള്ള ജാഥ നടക്കുകയാണ്. കൊല്ലത്ത് കെ പ്രേമേന്ദ്രൻ നയിച്ച കോർപ്പറേഷനെതിരെയുള്ള ജാഥ സമാപിച്ചു. മറ്റെല്ലാ തദ്ദേശ സ്ഥാപനങ്ങളുടെയും കെടുകാര്യസ്ഥതയ്ക്കും ഭരണ വൈകല്യങ്ങൾക്കുമെതിരെ ഐക്യജനാധിപത്യ മുന്നണി കുറ്റപത്രങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. ജനങ്ങളുടെ മുൻപിൽ വികസന രേഖകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ എല്ലാം പശ്ചാത്തലത്തിൽ ഞങ്ങൾ തികഞ്ഞ വിജയ പ്രതീക്ഷയിലാണ്.
പിന്നെ സീറ്റ് വിഭജനം സാമാന്യേന നല്ല നിലയിൽ പുരോഗമിച്ചിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാം അറിയാം, തിരുവനന്തപുരത്തെ കോർപ്പറേഷനിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക ആദ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പില് ആദ്യമായിട്ട് നല്ല സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ച് മേൽക്കൈ നേടിയതും കോൺഗ്രസ് പാർട്ടിയാണ്. അത് UDF-ലേക്ക് കൊല്ലത്ത് അത് ആവർത്തിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. നല്ല സ്ഥാനാർത്ഥികളെ കണ്ടെത്തി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ വാർഡ് കമ്മിറ്റികൾ തിരഞ്ഞെടുക്കുന്നു. അതിനായിട്ട് അവർക്ക് പൂർണ്ണ അധികാരം നൽകി. ഒട്ടുമിക്ക സ്ഥലങ്ങളിലും തർക്കരഹിതമായിട്ട് നല്ല സ്ഥാനാർത്ഥികൾ വന്നു. വിജയസാധ്യതയാണ് അതിന്റെ അടിത്തറ. അതുകൊണ്ട് ഈ കാര്യങ്ങൾ എല്ലാം പരിശോധിക്കുമ്പോൾ ഞങ്ങൾക്ക് നല്ല വിജയപ്രതീക്ഷയാണ്. ആ വിജയപ്രതീക്ഷയോടെ ഞങ്ങൾ ഐക്യത്തോടെയും കെട്ടുറപ്പോടെയും ഐക്യ ജനാധിപത്യ മുന്നണി പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. എല്ലാ ജനവിഭാഗങ്ങളുടെയും ഈ കേരള സംസ്ഥാനത്ത് കേന്ദ്ര കേരള സംസ്ഥാനങ്ങളുടെ ഗവൺമെന്റുകളുടെ ജനവിരുദ്ധ നയങ്ങൾ ആരോഗ്യത്തിന്റെ പോരായ്മകൾ തിരുവനന്തപുരത്തെ മാധ്യമ സുഹൃത്തുക്കളോട് പറയേണ്ടതില്ല. ഇന്നത്തെയും വാർത്ത അതാണ്. വിദ്യാഭ്യാസ രംഗത്തെ നയരാഹിത്യം വളരെ വ്യക്തമാണ്. ആഭ്യന്തര വകുപ്പിന്റെ ദയനീയമായ പരാജയം പ്രകടമാണ്. സാമ്പത്തിക കെടുകാര്യസ്ഥിതിയും സാമ്പത്തിക പ്രതിസന്ധിയും വളരെ വ്യക്തമാണ്. ഗവൺമെന്റ് അവസാന നാളുകളിൽ ചില പ്രഖ്യാപനങ്ങളുമായിട്ട് വന്നത് തെരഞ്ഞെടുപ്പിന്റെ പരാജയം മുന്നിൽ കണ്ടുകൊണ്ടാണ്. അതിൽ ആത്മാർത്ഥതയുടെ കണിക പോലുമില്ല. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിലെ വാഗ്ദാനങ്ങളായി പ്രകടന പത്രികയിൽ പറഞ്ഞ ക്ഷേമ പെൻഷന്റെ വർധനവോ അല്ലെങ്കിൽ റബ്ബർ സബ്സിഡിയുടെ വർധനവോ നടപ്പിലാക്കാൻ 4.5 കൊല്ലക്കാലം അതിനെക്കുറിച്ച് ചിന്തിക്കാത്തവരാണ്. ആവശ്യം ഞങ്ങൾ ഉന്നയിച്ചപ്പോൾ അതിനെ നിഷേധിച്ചവരാണ്. ഇപ്പൊ തെരഞ്ഞെടുപ്പിന്റെ അവസാന റൗണ്ടിൽ ഈ പ്രഖ്യാപനങ്ങളുമായിട്ട് വരുന്നത്. ആ പ്രഖ്യാപനങ്ങളിൽ തെല്ലെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ മുൻകാല പ്രാബല്യത്തോടെ ഇത് നടപ്പിലാക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുമ്പോൾ അതിന് പ്രതികരിക്കാനോ മറുപടി പറയാനോ ഗവൺമെന്റ് തയ്യാറാകുന്നില്ല. ഇപ്പൊ നടത്തുന്ന കോൺക്ലേവുകളും വികസനത്തിന് വേണ്ടി നടത്തുന്ന പ്രഹസനങ്ങളെല്ലാം ജനങ്ങൾ തിരിച്ചറിയുക തന്നെ ചെയ്യും. നവകേരള വികസനത്തിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്ന ഇപ്പോൾ ഹൗസ് വിസിറ്റ് ഉണ്ടല്ലോ, വീടുകൾ സന്ദർശിച്ച ആളുകളുടെ അഭിപ്രായം തേടാൻ. ഇതിപ്പോഴാണോ ചെയ്യേണ്ടത്? 2030 വികസന ടാർഗറ്റ് വെക്കാൻ ഈ ഗവൺമെന്റ് എന്ത് അധികാരം? 26 ഇലക്ഷന് ശേഷം വരുന്ന ഗവൺമെന്റുകളല്ലേ ചെയ്യേണ്ടത്. പാർട്ടിക്ക് വേണമെങ്കിൽ മാനിഫെസ്റ്റോ ഉണ്ടാക്കാം. ഗവൺമെന്റിന് എന്ത് കപ്പാസിറ്റിയിൽ 2030 ഗവൺമെന്റ് ആരായിരിക്കും, 2030 വരെ 26 മുതൽ 30 വരെ ആരായിരിക്കും കേരളത്തിലെ ഭരണം കൈയാളുന്നത് എന്ന് ജനങ്ങൾ നിശ്ചയിക്കേണ്ട സമയത്താണ് 2030 ടാർഗറ്റ് വെച്ച് സദസ്സുകൾ സംഘടിപ്പിക്കുന്നത് ഗവൺമെന്റ് ചെലവിൽ. അതുകൊണ്ട് അതൊക്കെ ജനങ്ങൾ നന്നായിട്ട് തിരിച്ചറിയും. ആത്മാർത്ഥരാഹിത്യം തിരിച്ചറിയും. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള, അതിലെ പ്രതികളെ രക്ഷിക്കുന്ന സമീപനമാണ് ഗവൺമെന്റ്. നഷ്ടപ്പെട്ട സ്വർണം വീണ്ടെടുത്തിട്ടില്ല. മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. ഹൈക്കോടതിയുടെ ആവർത്തിച്ചുള്ള ഇടപെടലുകൾ ഇല്ലെങ്കിൽ ഇത്ര പോലും ആ കേസ് മുന്നോട്ട് പോകില്ല. ഇതെല്ലാം ജനങ്ങൾ നന്നായിട്ട് വീക്ഷിക്കുന്നുണ്ട്. ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിൽ ഞങ്ങൾ തികഞ്ഞ പ്രതീക്ഷയിൽ തന്നെ ഇലക്ഷൻ പ്രവർത്തനങ്ങളുമായിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുകയാണ്. അത് മെയിനായിട്ട് നിങ്ങൾ ഉണ്ടാക്കിയതാണ്. പിന്നെ ഞങ്ങളൊരു പ്രഗത്ഭനായിട്ടൊരു സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ അതിൻ്റെതായ ആനുകൂല്യം ജനങ്ങൾ ഞങ്ങൾക്ക് നൽകും. പ്രതീക്ഷയ്ക്ക് വാക നൽകുന്ന സ്ഥാനാർത്ഥികളെയാണ് ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. നേരത്തെ നടത്താൻ സാധിച്ചു. ആലോചിച്ച് ഉചിതമായി തീരുമാനമെടുക്കാൻ സാധിച്ചു. അതാണ് അതിന്റെ മികവ്. നിങ്ങൾ ആരെങ്കിലും ഇലക്ഷൻ കമ്മീഷൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ ഞാൻ സംബന്ധിച്ചപ്പോൾ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടോ? വാർഡ് വിഭജനത്തിലെ അപാകത സംബന്ധിച്ച് കേരള ഹൈക്കോടതിയിൽ എത്ര കേസുകൾ ഉണ്ടായിരുന്നു?
എത്രയായിരം പരാതികൾ ഉണ്ടായിരുന്നു. ആ പരാതികൾ സംബന്ധിച്ച് ഞാനിപ്പോ പറഞ്ഞ കാര്യം, ഒരു ജില്ലയിലെ 100 തദ്ദേശ സ്ഥാപനങ്ങളിലേറെയുള്ള ഒരു ജില്ലയിൽ അതിന്റെ ആക്ഷേപങ്ങളും പരാതികളും നിർദ്ദേശങ്ങളും എത്രയുണ്ട്? ആയിരക്കണക്കിനുണ്ട്. അതെല്ലാം ഒറ്റ ദിവസം കേട്ട് തീർപ്പാക്കുക. വാട്ട് എ ഹറി ബറി. ജസ്റ്റിസ് ഹറിഡ്, ജസ്റ്റിസ് ബറീഡ്. തിരക്ക് പിടിച്ച് അത് ചെയ്തെന്തിനാ? അതിലൊരു മനസ്സപ്ലൈ ചെയ്തിട്ടില്ല, ന്യായം ചെയ്തിട്ടില്ല. അപ്പൊ ഞങ്ങളെ പരാതി ഇപ്പോഴല്ല, ഞങ്ങളെ പരാതി അതിന്റെ ഇനീഷ്യൽ സ്റ്റേജിൽ ലീഗലി പ്രോപ്പറായിട്ട് ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ ആവർത്തിച്ച് ഉന്നയിക്കുക. എത്ര സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. ഞാൻ കൊടുത്ത കത്തിന്റെ കോപ്പി വേണേ തരാം. അയച്ച പരാതിയുടെ എൻ്റെ വാട്സപ്പ് വേണേ കാണിച്ചു തരാം. അത് ഇത് മുഴുവൻ കേട്ടയാൾക്ക് അത് ചോദിക്കാൻ പാടില്ല. ഞാൻ എന്തെല്ലാം പറഞ്ഞെന്ന് ഒന്ന് ഓർമ്മിച്ചു നോക്ക്. സർക്കാരിന്റെ നയപരാജയങ്ങൾ, ജനദ്രോഹ നയങ്ങൾ, വിലക്കയറ്റം, തൊഴിലില്ലായ്മ, കാർഷിക മേഖലയുടെ തകർച്ച, അഴിമതി ഭരണം, പോലീസിന്റെ പക്ഷപാതപരമായ നിലപാടുകൾ, പഞ്ചായത്തുകളുടെ ഫണ്ട് വെട്ടിക്കുറച്ചത്, പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങളുടെ ക്ഷേമ പദ്ധതികളും ഫണ്ടും വെട്ടിക്കുറച്ചത്, ആരോഗ്യ രംഗത്തെ കെടുകാര്യസ്ഥത, ഇതെല്ലാം ചൂണ്ടിക്കാട്ടി ഞങ്ങൾ കുറ്റപത്രം സമർപ്പിച്ചതാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ കൂട്ടത്തിൽ സർക്കാർ പരാജയം സമ്മതിക്കുന്നതിന്റെയും പരാജയം മുൻകൂട്ടി കാണുന്നതിന്റെയും ഭാഗമായിട്ടാണ് ഇല്ലാത്ത വാർഡ് വിഭജനം ധൃതി പിടിച്ചുള്ള നിയമ ഭേദഗതിയിലൂടെ നടപ്പിലാക്കി വോട്ടർ പട്ടികയിൽ കൃത്രിമം നടത്തിയത് എന്ന അഡീഷണൽ പോയിന്റ് കൂടിയാണ് ഞാൻ പറഞ്ഞത്. ആർ യു ക്ലിയർ? ശരി. തെരഞ്ഞെടുപ്പ് നല്ല കാര്യം. അത് ജില്ലാ കമ്മിറ്റിയാണ് നല്ല തീരുമാനം എടുക്കുന്നതെങ്കിൽ അതിനെ ഞാൻ അംഗീകരിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു, അപ്രീഷിയേറ്റ് ചെയ്യുന്നു.